ഇന്ന് യൂട്യൂബിൽ ഒരു പേര് പറഞ്ഞാൽ തന്നെ കോടിക്കണക്കിന് ആളുകൾക്ക് അറിയാം. മിസ്റ്റർ ബീസ്റ്റ്. മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉള്ള വീഡിയോസ്, ഹ്യൂജ് ചാലഞ്ചേഴ്സ്, മാസീവ് ഗിവവേസ്. പക്ഷേ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം തുടങ്ങിയത് എങ്ങനെയാണ്? അവൻ ആദ്യമായി യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവന് വെറും 13 വയസ്സ്. അന്ന് അവൻ ലോകത്തിലെ ഏറ്റവും വലിയ യൂട്യൂബർ ആകുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷേ വർഷങ്ങളെല്ലാം അവന് ഒരു കാര്യത്തിൽ മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നു. യൂട്യൂബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ജിമ്മി ഡൊണാൾഡ്സൺ. ജിമ്മി ഡൊണാൾഡ്സൺ ചെറുപ്പം മുതലേ യൂട്യൂബിനോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. 2012 ഏകദേശം 13 വയസ്സുള്ളപ്പോൾ മിസ്റ്റർ ബീസ്റ്റ് 6000 എന്ന പേരിൽ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഗെയിമിംഗ് വീഡിയോസ്, യൂട്യൂബ് ക്രിയേഷൻസിനെ കുറിച്ചുള്ള വീഡിയോസ്, പുതിയ ക്രിയേറ്റേഴ്സിന് ടിപ്സ്. പക്ഷേ വലിയ വ്യൂവേഴ്സ് ഒന്നും കിട്ടിയില്ല. അവൻ ഫേമസ് ആയിരുന്നില്ല. അവൻ്റെ വീഡിയോസ് കണ്ടത് വളരെ കുറച്ച് ആളുകൾ മാത്രം. പക്ഷേ ഇവിടെ ഒരു വലിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. മറ്റുള്ളവർ വ്യൂവേഴ്സ് കിട്ടാതായപ്പോൾ അത് ഉപേക്ഷിച്ചു. പക്ഷേ ജിമ്മി യൂട്യൂബ് പഠിച്ചുകൊണ്ടിരുന്നു. തംബ്നെയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ടൈറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഒരു വ്യൂവേഴ്സ് എന്തുകൊണ്ടാണ് വീഡിയോ ഫുള്ള് കാണാതെ പേദിക്കുന്നൊക്കെ എണീറ്റ് പോകുന്നേ. അവൻ ഇതെല്ലാം അനലൈസ് ചെയ്തു. ഇയേഴ്സ് ഓഫ് ലേണിംഗ്. 2015-ലും 2016-ലും ജിമ്മിയുടെ ചാനൽ പതുക്കെ വളരാൻ തുടങ്ങി. അവൻ്റെ വേഴ്സ്റ്റ് ഇൻട്രോസ് ഓൺ യൂട്യൂബ് പോലുള്ള കണ്ടന്റ് ശ്രദ്ധ നേടിത്തുടങ്ങി. 2016ഓടെ ചാനലിന് ഏകദേശം 30,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. 30,000 എന്നത് ഇന്ന് കേൾക്കുമ്പോൾ വലിയ നമ്പർ പോലെ തോന്നാം. പക്ഷേ ജിമ്മിയുടെ ലക്ഷ്യം അതിലും വലുതായിരുന്നു. അവൻ്റെ യൂട്യൂബിനെ ഒരു ഹോബിയായി കാണാൻ തുടങ്ങിയിരുന്നില്ല. അവൻ അതിനെ തൻ്റെ ഫ്യൂച്ചറായി കാണാൻ തുടങ്ങി. അതിനായി കോളേജ് പോലും ഉപേക്ഷിച്ച് ഫുൾ ടൈം യൂട്യൂബ് ചെയ്യാൻ തീരുമാനിച്ചു. അത് വലിയ റിസ്ക് ആയിരുന്നു. പക്ഷേ അവൻ തൻ്റെ മുഴുവൻ ഫോക്കസ് യൂട്യൂബിലേക്ക് മാറ്റി. ദ ക്രേസി ഐഡിയാസ്. പിന്നീട് 2017-ൽ ജിമ്മി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോയുടെ ഐഡിയ കേൾക്കുമ്പോൾ തന്നെ സിമ്പിളായിരുന്നു. 1,00,000 വരെ കൗണ്ട് ചെയ്യുക. പക്ഷെ അത് നോർമൽ വീഡിയോ ആയിരുന്നില്ല. അവൻ മണിക്കൂറുകളോളം കൗണ്ട് ചെയ്തു. വീഡിയോ ഏകദേശം ഒരു ദിവസത്തോളം നീണ്ടു. ആൾക്കാർ വീഡിയോ കാണാൻ തുടങ്ങി, ഷെയർ ചെയ്തു, ഡിസ്കസ് ചെയ്തു. പെട്ടെന്ന് ജിമ്മി ഡൊണാൾഡ്സൺ എന്ന പേര് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവൻ മനസ്സിലാക്കി, പീപ്പിൾ ഡോണ്ട് ജസ്റ്റ് വാച്ച് നോർമൽ വീഡിയോസ്, പീപ്പിൾ വാച്ച് സംതിങ് ദേ ഹാവ് നെവർ സീൻ ബിഫോർ. അവിടെ നിന്നാണ് മിസ്റ്റർ ബീസ്റ്റ് സ്റ്റൈൽ രൂപപ്പെടാൻ തുടങ്ങിയത്. ഫ്രം ക്രേസി വീഡിയോസ് ടു ബിഗ് ഗിവവേസ്. പിന്നീട് ജിമ്മി തൻ്റെ വീഡിയോസ് കൂടുതൽ അൺയൂഷ്വലാക്കി. വളരെ സമയം എടുക്കുന്ന ചലഞ്ച്, സ്ട്രേഞ്ച് എക്സ്പീരിയൻസ്, ഇമ്പോസിബിൾ പോലെ തോന്നുന്ന ഐഡിയാസ്. പിന്നെ ഒരു ദിവസം അവൻ ഒരു സ്പോൺസറിനെ നിന്ന് ലഭിച്ച പണം മറ്റൊരാൾക്ക് നൽകി. ആ വീഡിയോയുടെ ഐഡിയ സിമ്പിളായിരുന്നു. പണം കിട്ടിയപ്പോൾ അത് സ്വന്തമായി വെക്കാതെ മറ്റൊരാൾക്ക് കൊടുക്കുക. ഇതായിരുന്നു പിന്നീട് മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഏറ്റവും വലിയ